നമസ്കാരം. അങ്ങനെ ഇസ്ലാമിസ്റ്റുകളുടെ ചിതയൊരുക്കൽ ജിഹാദും നടന്നു. അതൊരു പെണ്ണാണ്, ഇർഫാന എന്ന പേര്, ഇർഫാന ഇക്ബാൽ. അവിടെ നടന്നത് വലിയൊരു ചതിയാണ് നടന്നത്. പാവപ്പെട്ട ഹിന്ദുക്കളെ ചതിച്ചു, അതേ കഴിയൂ. ഏതെങ്കിലും പള്ളിയിൽ, ക്രിസ്ത്യൻ ചർച്ചിൽ അവർക്ക് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ പള്ളിയിൽ അച്ഛനായിരിക്കും. ഒരു ശവശരീരം അവിടെ കൊണ്ട് മണ്ണിൽ വെക്കുന്ന സമയത്ത് ഏതൊരു ക്രിസ്ത്യാനി വന്നിട്ട് പറയാണ്, ആ കുരിശ് ഞാനൊന്ന് പിടിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ അവർ എന്തുത്തരമായിരിക്കും പറയുക? ചെവിട്ടിലായിരിക്കും അവർ ഉത്തരം പറയുക. പരസ്യമായിട്ടാവില്ല, ചെവിട്ടിലായിരിക്കും ഉത്തരം പറയുക. കാരണം അവർക്കറിയാം ആ കുരിശ് പിടിക്കുമ്പോൾ ആരൊരാളൊന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് പറയാം ആ പള്ളിയിലെല്ലാ കർമ്മവും നിർവഹിച്ചതും ആ പാവപ്പെട്ട ആ മരിച്ച ക്രൈസ്തവൻ്റെ അങ്ങനെ ആരാധനാണ് എന്നൊക്കെ പറഞ്ഞു കളയും. വലുതായിട്ടുള്ള ചതി. ഇവിടെയും അതാണ് സംഭവിച്ചത്. നാരായണൻ എന്ന് പറഞ്ഞ ഒരു സ്വയം സേവകൻ, അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു, അദ്ദേഹം നിർധനനായി, അദ്ദേഹത്തിന് ശാഖാബന്ധങ്ങളൊന്നും പിന്നീട് ഇല്ലാതായി, അദ്ദേഹം പിന്നെ കടത്തിണ്ണകളിലൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. മരിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാരും ഇത് ഏറ്റുവാങ്ങാൻ തയ്യാറായില്ല എന്നുള്ളതല്ല. ഈ ശവശരീരം കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് അവിടെ വയ്ക്കാൻ യാതൊരു സൗകര്യമില്ല എന്നാണ് അവരുടെ സഹോദരി പറഞ്ഞത്. നിങ്ങൾ തന്നെ എന്തെങ്കിലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ മുൻ RSS പ്രവർത്തകൻ്റെ മൃതദേഹം ചിതയൊരുക്കി അവിടെ ആ കാര്യങ്ങൾ മുഴുവൻ നടത്തിയത് വാസ്തവത്തിൽ സേവാഭാരതിയാണ് അതിന് മുന്നിട്ട് നിന്നത്. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ വൈകുന്നേരം മുതൽ വലുതായിട്ട് വൈറലായിട്ട് നടക്കുകയാണത്. മുസ്ലിങ്ങളുടെ RSS സ്നേഹം, അതാണ് ഏറ്റവും വലിയ രസം. RSSനോടുള്ള സ്നേഹം ഇപ്പം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. RSSനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ട്, ഞങ്ങൾക്ക് RSSനോട് യാതൊരു വൈരാഗ്യവുമില്ല, RSSകാരും മനുഷ്യന്മാരല്ലേ. എന്നോട് ഫോൺ ചെയ്ത് വെച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്. സ്വാമിജി, RSSകാരും മനുഷ്യന്മാരല്ലേ, മോഡിയുടെ കാര്യം, മോഡി ഭരിച്ചാൽ എന്താ കുഴപ്പം, മോഡി ഒരു ഇന്ത്യക്കാരനല്ലേ, അങ്ങനെ ഭരിക്കുന്നതിൽ പല നല്ല കാര്യങ്ങളുണ്ട് എന്ന രീതിയിൽ പതുക്കെ 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 ചാഞ്ഞ് ചെരിഞ്ഞ് ചാഞ്ചാടി മുസ്ലിങ്ങൾ. ഞാൻ അവരിത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവർ RSSൻ്റെ ചാരന്മാരാകും, RSSനെ ചാരി നിൽക്കുന്നെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ നാരായണൻ എന്ന് പറഞ്ഞ പഴയൊരു സ്വയം സേവകൻ, ഇപ്പോൾ അദ്ദേഹം സ്വയം സേവകനൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും പുറത്താക്കി, ഭാര്യ പുറത്താക്കി, എല്ലാം കൊണ്ട് അനാഥനായിട്ട് ജീവിക്കുന്ന ഒരാൾ. അദ്ദേഹം മരിച്ച സമയത്ത് അവരുടെ സഹോദരിക്ക് ആ മൃതദേഹം അവിടെ കൊണ്ടുപോയി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവർ നിർധനയായിട്ട് സ്ത്രീയാണ്. അത് പറഞ്ഞ സമയത്ത് അവിടെ ഓടിയെത്തിയിട്ടുള്ളത് സ്വയം സേവകരാണ്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൽ കൊടുത്ത വാർത്തകൾ വായിക്കുന്ന സമയത്ത് ആ ഒരു നമ്പൂരി ചക്കനുണ്ടല്ലോ, മറ്റെന്തായാലും പറയും, മറ്റേ ശബരിമല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ, അവൻ്റെ ഈ കുന്തം കാണിച്ചിട്ട് പറഞ്ഞു, കണ്ടോ 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 എനിക്ക് കുളിരണിയുന്നു, ഇർഫാന മറ്റെന്തായാലും പറയും, ഇർഫാന ഇക്ബാലിൻ്റെ പാദങ്ങളിൽ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് അയാളുടെ മുതലെടുപ്പ്. സത്യമായിട്ട് പറയുമ്പോൾ പലപ്പോഴും പോറലുകൾ ഏൽക്കും. ആ പോറലാണ് യേശുക്രിസ്തുവിനേറ്റത്, ശ്രീബുധനേറ്റത്, ശ്രീകൃഷ്ണനേറ്റത്, അവസാനം ശ്രീരാമന് വരെ ഏറ്റത്. എന്തിനേറെ രാമമന്ത്രം ജപിച്ച് നടന്ന് നമ്മുടെ മഹാത്മാഗാന്ധിക്ക് ഏറ്റത്. അസത്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. ചാഞ്ഞു കിടക്കുന്ന മരത്തുമ്മ കയറിക്കൊണ്ടിരിക്കുന്ന സുഖമാണല്ലോ. ഇങ്ങനെ രസിപ്പിക്കുക, സുഖിപ്പിക്കുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കല്ലേറ് കിട്ടും. കല്ലേറ് കിട്ടട്ടെ. ഏതായാലും ഇതിൽ പറഞ്ഞ കുറേ പലവരുടെയും പല ലേഖനവും വന്നിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇപ്പോൾ അയ്യോ നാരായണൻ, അയ്യോ നാരായണൻ, നാരായണൻ മരിച്ചപ്പോൾ RSSകാർ വന്നില്ല, നാരായണൻ മരിച്ചപ്പോൾ മറ്റേ സ്വയം സേവകർ വന്നില്ല. അവസാനമുണ്ടായത് സാഹോദര്യത്തിൻ്റെ മൂർത്തരൂപങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളിൽ ഒരു നേതൃത്വം വഹിക്കുന്ന ഒരു സ്ത്രീ, ആര്? ഇർഫാന ഇക്ബാൽ.
പിന്നെ അവരെക്കുറിച്ചിട്ടാണ് അവരുടെ കേശാധിവാദം വർണ്ണനയാണ്, അവർ പാവങ്ങളെ സംരക്ഷിക്കുന്നത്, അങ്ങനെയാണ് പഞ്ചായത്തിൽ ഇതിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെന്തോ ആകട്ടെ, അപ്പോൾ വായിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു RSSകാർ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? ഇത്രയും കാലം RSSന് വേണ്ടിയും സ്വയം സേവനായിട്ട് നടന്ന് മരിച്ച സമയത്ത് തിരിഞ്ഞു നോക്കാതെ ആ ശവം വലിച്ചെറിഞ്ഞു. നിങ്ങൾ വേണേൽ എന്തെങ്കിലും കൊണ്ട് ചെയ്തോ പറഞ്ഞ് വലിച്ചെറിഞ്ഞ അനാഥ ശവത്തെ എടുത്തു കൊണ്ടുപോയിട്ട് ഹിന്ദു ആചാരപ്രകാരം സംസ്കരിച്ചു. ഇർഫാന ഇക്ബാൽ എന്ന സ്ത്രീ വായിച്ചു കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? RSSരെ കല്ലെറിയാൻ തുടങ്ങും. സത്യത്തിൽ അവിടെ എന്താ സംഭവിച്ചത്? മഞ്ചേശ്വരം ഭാഗത്ത് ഏത് സമയത്തും ഏത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിയെത്തുന്ന സ്വയം സേവകർ ഉള്ള സമയത്ത് ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് നമ്മൾ അറിയേണ്ടത്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് അതാണ് നിരീക്ഷിക്കേണ്ടത്, ആരിനോട് വിളിച്ച് ചോദിക്കേണ്ടതും. മഞ്ചേശ്വരത്ത് കൊറോണ സമയത്ത് പോലും ആരും മുന്നോട്ട് വരാത്ത സമയത്ത് ഒരു ഭയവും കൂടാതെ നിഹാരങ്ങൾ എല്ലാ കാര്യങ്ങളും മരുന്നടക്കം എല്ലാ കാര്യങ്ങളും അതിന് മുന്നോട്ട് വന്ന് 100 കണക്കിന് മൃതദേഹങ്ങളെ സംസ്കരിച്ച സ്വയം സേവകർ അന്നവിടെ ജാതി മതവും ആളുടെ പേരും ഊരും ഒന്നും അന്വേഷിച്ചിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ സ്വയം സേവകർ വരാതെ ഇതിനെ അനാഥശവമാക്കിയിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ആലോചിക്കേണ്ടതുണ്ട്, വിളിച്ച് ചോദിക്കേണ്ടതുണ്ട് എന്താണ് സംഭവിച്ചത്. പലതും മറിഞ്ഞു, അതിത്ര മാത്രമാണ്. ഈ വീഡിയോ നോക്കുന്ന സമയത്ത് അവിടെ പരിചയമുള്ളൊരു മുഖം കണ്ടു. അത് വേറെ ആരുമല്ല, സേവാഭാരതി മംഗൾപാടി സമിതി അണ്ണൻ രഘു അണ്ണൻ എന്ന് വിളിക്കുന്ന ചെറുകോളി. അദ്ദേഹത്തിനെ രഘു അണ്ണൻ എന്ന് വിളിക്കും, രഘു അണ്ണൻ ചെറുകോളി എന്നും വിളിക്കും. അവിടെ ചെറുകോളി അണ്ണൻ എന്ന് വിളിച്ചാൽ അദ്ദേഹത്തെ അറിയാം. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് കൊണ്ടാവൂർ സ്വാമിജി അങ്ങനെ ഒരാളവിടെയുണ്ട്. ആ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സേവാഭാരതിയുടെ അദ്ദേഹം ഇപ്പോൾ RSSലുണ്ടോ ഇല്ലേ അത് നോക്കേണ്ട, അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശവശരീരം മൃതദേഹം ഏറ്റുവാങ്ങണം. അത് വേണ്ടുന്ന രീതിയിൽ, കഴിയാവുന്ന രീതിയിൽ നല്ല ഉപചാരങ്ങളോട് കൂടിയിട്ട് അതിനെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട് എന്ന് ഒരു സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം സേവാഭാരതിയുടെ നേതൃത്വത്തിൽ രഘു അണ്ണൻ ചെറുകോളി അദ്ദേഹമാണ് അവിടെ വന്നതും അതിന് വേണ്ട സാമഗ്രികൾ ഒരുക്കിയതും അതിന് വേണ്ടുന്ന കൊച്ചു സാമ്പത്തികങ്ങൾ പലയിടത്തും ഏറ്റുവാങ്ങിയതും അവസാനം ചിതയൊരുക്കിയതും അദ്ദേഹം തന്നെയാണ്. ആ സമയത്ത് അവിടെ വന്ന ഇർഫാന ഇക്ബാൽ അവർ പഞ്ചായത്തിൽ മെമ്പറോ മറ്റോ ആണ്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഒരു മരണം നടക്കുമ്പോൾ, കല്യാണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അറിയിക്കും. മരണം നടക്കുമ്പോൾ അറിയിച്ചില്ലെങ്കിലും വരും. അവർ വന്നു. അവിടെ വന്ന സമയത്ത് ഇർഫാന ഇക്ബാൽ പറഞ്ഞു, രഘുവിനെ എല്ലാവരും അറിയും, രഘുവണ്ണ കൊള്ളി ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും എടുത്തില്ല, നല്ല കാര്യമല്ലേ, അങ്ങനെ ചെയ്തോളൂ. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വെച്ചോളൂ മോളെ, എന്തായാലും കത്തിത്തീരുന്നതല്ലേ, ആര് വെച്ചാൽ എന്താ, വെച്ചോളൂ മോളെ പറഞ്ഞു. ഈ കൊള്ളി വെക്കുന്നതിൻ്റെ ഫോട്ടോ ക്ലിക്ക് എന്ന് പറഞ്ഞ് എടുക്കുകയായിരുന്നു അപ്പുറത്തുള്ള ആൾക്കാർ. അതിനെ ചാനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാരെങ്കിലും അറിയുന്നുണ്ടോ? ഇത്രയും വലിയ ചതി. ഒരു മൃതദേഹം വെച്ചുകൊണ്ട് പോലും ഇസ്ലാമിസ്റ്റുകൾ ഇങ്ങനെയുള്ള ജിഹാദ് നടത്താൻ ആരും വിചാരിച്ചിട്ടുണ്ടോ? മൃതദേഹ ജിഹാദ്, അല്ലെങ്കിൽ ചിതയൊരുക്കൽ ജിഹാദ്, അല്ലെങ്കിൽ കൊള്ളിവെക്കൽ ജിഹാദ്, അത് ഈ ഒരു കാര്യത്തിനും കൂടി നടത്തുന്ന ആരും വിചാരിച്ചിട്ടുണ്ടോ? ഏതായാലും ഹിന്ദുക്കൾക്കതൊരു പാഠമായി. നാളെ അവരുടെ ഏതെങ്കിലും ഉപചാരങ്ങൾ എന്തെങ്കിലും മോളുടെ കല്യാണം നടത്തുന്ന സമയത്ത് അതിൻ്റെ പുറകിൽ വന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് നിന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി. പുറകിൽ നിന്നിട്ട് മുമ്പിക്കടയിൽ ഫോട്ടോ ഇങ്ങനെ കാണിച്ചിട്ട് അവർ പറയും ആ അനാഥ പെൺകുട്ടിയുടെ കല്യാണത്തിന് താലി വാങ്ങിച്ചതും കെട്ടിക്കൊടുത്തതും ഇർഫാനയാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെഹ്റൂനിസയാണ് എന്നൊക്കെയും പറഞ്ഞു കളയും. സൂക്ഷിച്ചാൽ ആർക്കും നല്ലത്? ഹിന്ദുക്കൾക്ക് നല്ലത്. ഹിന്ദുക്കൾ കുറേയും സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ പോലും അവരറിയാത്ത മാർഗത്തിലൂടെയാണ് ഈ ജിഹാദ് കളി നടക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവർ നല്ല പരിചയമുള്ളതുകൊണ്ട് പറഞ്ഞു, അതിനെന്താ മോളെ, കൊള്ളി വെച്ചോളൂ, യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ പടം എടുത്ത് സ്വന്തം സംഘടനയ്ക്കെതിരെ ഉപയോഗിക്കുമെന്ന് ആ പാവം രഘുവണ്ണൻ കരുതിയില്ല. ഒരു സാധാരണ മനുഷ്യനാണ്. അയാളുടെ ജന്മം മുഴുവൻ തപമാക്കിയത് ഹൈന്ദവ സങ്കല്പങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയോ അല്ലെങ്കിൽ ഇസ്ലാമോഫോബിസ്റ്റോ ഒന്നുമല്ല. അപ്പം അദ്ദേഹം ഇതിനകത്ത് ഒന്നും കരുതാതെ ഇങ്ങനൊരു പെൺകുട്ടി വന്ന് ചോദിച്ചപ്പോൾ ആയിക്കോളൂ മോളെ എന്ന് ആ സാധുവായി അദ്ദേഹം അത് പറഞ്ഞു. ഇതാണ് ഫോട്ടോ എടുത്ത് എല്ലായിടത്തും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ
ഈ ജിഹാദ് നടത്തുന്നത് മുഴുവൻ അവരുടെ തക്കിയ എന്ന് പറയുന്ന ഒരു 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 സങ്കേതമുണ്ട്. തക്കിയ, അതായത് ആവശ്യം വരുമ്പോൾ നുണ പറയാം. ഇത് ഖുറാനിലോ ആയത്തിലോ എവിടെയോ എഴുതി വെച്ചെന്താ പറയണത്? ആവശ്യം വരുമ്പോൾ നുണയും പറയാം. അതിനെയാണ് തഖിയ എന്ന് പറയുന്നത്. ഇവിടെ ഈ ജിഹാദ് പരിപാടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കേരളത്തെ ഒരു കേരളമാക്കി മാറ്റാൻ, സംസ്ഥാനമാക്കി മാറ്റാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് തഖിയകൾ ഒരുപാട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവർ ഈ തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ളത്, ഈ ചെറ്റത്തരം ഈ സ്ത്രീ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പറയാമായിരുന്നു, കൊള്ളി വെച്ചത് ഞാനാണ്, പക്ഷേ അവിടെ ചിത ഒരുക്കിയതും കൊള്ളി വയ്ക്കാൻ നിന്നതും നമ്മുടെ രഘുവണ്ണനാണ്. രഘുവണ്ണനോട് ഞാൻ ചോദിച്ചു, രഘുവണ്ണൻ ഞാൻ കൊള്ളി വെച്ചോട്ടെ എന്ന് ചോദിച്ചു. രഘുവണ്ണൻ പറഞ്ഞു ആയിക്കോളൂ മോളെ എന്ന് പറഞ്ഞു. അതിനെ ഇങ്ങനെ ചാനലൈസ് ചെയ്തിട്ട് അതിനൊരു ജിഹാദിൻ്റെ ഭാഗത്തിലേക്ക്, ചിതയൊരുക്കൽ ജിഹാദിൻ്റെ ഭാഗത്തിലേക്ക് കൊണ്ടുവിട്ടത് ആരാണെങ്കിലും ചെയ്തത് തെറ്റാണ്. ഈ ചതിയിൽ ഞാൻ പങ്കാളിയല്ല എന്ന് ഈ ഇർഫാനിക്ക് പറയാമായിരുന്നു. പക്ഷേ ഇർഫാനെ കിട്ടിയ അവസരം വെച്ച് ചുളിവിൽ ജാൻസി റാണി ആവാനാണ് നോക്കിയത്. ചുളിവിലൊരു ഹീറോയിനാകാനാണ് ശ്രമിച്ചത്. ഏതായാലും നമ്മൾ സാധാരണ പറയാറുണ്ട്, ഈ സത്യം ഒരുങ്ങി വരുമ്പോഴേക്കും ലോകം അസത്യം ഒരു 10 തവണ ലോകം ചുറ്റിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്ന്. ഇതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. ഇത് സത്യമാണെന്ന് കാലങ്ങൾ തെളിയിക്കും, പക്ഷേ അതിനു മുമ്പ് തന്നെ കള്ളങ്ങൾ ഓടി നടക്കുകയാണ്. ഒരുപാട് നാവുകളിൽ ഓടി നടക്കുകയാണ്. ഇപ്പോൾ അതിൽ ഒരാളതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ട്, എന്നെങ്കിലും എപ്പോഴെങ്കിലും ഞാൻ അവിടെ വന്ന് നിങ്ങളെ കാണുന്നു. പിന്നെ ഇവിടുത്തുകാരെ എനിക്കറിയില്ലെന്ന്. അതുപോലെയാണ് ഹിന്ദുവാണ്, എന്തൊരു പുരുഷോത്തമനോ ഗംഗാധരനോ മറ്റോ പറഞ്ഞിട്ടുള്ളത്. അവരെ വായിലേക്ക് കുത്തിത്തരികയാണ്. ഇത്രയും കാലമായിട്ട് അവർ പഠിച്ചിട്ടില്ല. ഇവർ അതായത് ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിങ്ങൾ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിച്ചാൽ നല്ലത്. മുസ്ലിങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ചിന്താഗതിയുള്ള, ജിഹാദിനോട് താല്പര്യമുള്ള, കേരളത്തെ ഒരു ജിഹാദി കേന്ദ്രമാക്കാൻ താല്പര്യമുള്ള മുസ്ലിങ്ങൾ, അവരൊരുപാട് ചതിയും കള്ളവുമായിട്ട് പല രൂപത്തിൽ നിങ്ങളുടെ ചുറ്റുമുണ്ട്. ഓർത്താൽ നല്ലത്. ഏതായാലും ഇത്തരം കാര്യങ്ങൾ, സേവനം നല്ല കാര്യമാണ്, പക്ഷെ അത് സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിനായിരിക്കരുത് എന്നർത്ഥം. എല്ലാ വിധത്തിലും ആചാര ഗ്രന്ഥങ്ങളും അല്ല പ്രമാണ ഗ്രന്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്, വലത് കൈയിട്ട് കൊടുക്കുന്നത് മറ്റേ കൈ അറിയാൻ പാടില്ല. ഇതാണ് സ്വയം സേവകരും വിശ്വസിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ അവർ അപ്പുറത്ത് പോയിട്ട് ഏതെങ്കിലും മുസ്ലിമിൻ്റെ ഖബറിലേക്ക് കുറച്ച് മണ്ണ് വാരിയിട്ടിട്ട് ആ മുസ്ലിം അനാഥനായിരുന്നു, ഞങ്ങളാണ് അത് ചെയ്തതെന്ന് അവർ പറയില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഈ 18 വെള്ളപ്പൊക്കത്തിൽ ഞാനുണ്ടായിരുന്നത് മുട്ടം എന്ന സ്ഥലത്താണ് ഉണ്ടായിരുന്നത്. ആലപ്പുഴ മുട്ടം എന്നുള്ള സ്ഥലത്ത്. ആ മുട്ടം എന്നുള്ള സ്ഥലത്ത് അവിടെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും 3 പേരുടെ ഒരു അമ്പലം അവിടെയുണ്ട്. SNDPയുടെ ഒരു ശാഖ കൂടിയാണ് അതിൻ്റെ അമ്പലം അവിടെയുണ്ട്. അവിടെ മുസ്ലിങ്ങൾ ഒരു 10-20 മുസ്ലിങ്ങൾ, മൊത്തത്തിൽ 100-130 ആൾക്കാരവിടെ താമസിച്ചിരുന്നു. അവിടെ 2 അടുക്കളയുണ്ട്, 2 കല്യാണ മണ്ഡപമുണ്ട്. അവിടെ എല്ലാവരും സുഖമായിട്ടാണ് അവിടെ കഴിഞ്ഞുകൂടിയത്. അന്ന് റംസാനും ഓണവും ഒരുമിച്ച് വന്ന സമയത്ത് ആ റംസാനും കൂടെ ആഘോഷിച്ചു എന്നുള്ളതാണ്. ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അത് പിന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക. അവർക്ക് തിന്നാൻ കൊടുത്തു ഞങ്ങൾ. റംസാന് കഷ്ടപ്പെട്ട മുസ്ലിങ്ങളെ ഇവിടെ വിളിച്ചുകൊണ്ടേ പായം തള്ളയും കൊടുത്തു ഞങ്ങൾ. എന്നിട്ട് അണ്ണാക്കിൽ ഈ ആഹാരം കുത്തിക്കയറ്റി കൊടുത്തു ഞങ്ങൾ. റംസാന് ലഡ്ഡു കുത്തിക്കയറ്റി കൊടുത്തു. നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടെ ഈ ചെയ്ത കാര്യങ്ങൾ ഇതിപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ആരും സംശയമില്ല. അവരുടെ ഈ ചതി കണ്ടറിയേണ്ടതും മേലിൽ ഇങ്ങനെയുള്ള ചതി പറ്റരുതും എന്നുള്ള ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് ആരാണ്? അതിവിടുത്തെ സ്വയം സേവകരാണ്, ഇവിടുത്തെ ഹിന്ദുക്കളാണ്. അത്രേ ഇതിനകത്ത് പറയാനുള്ളൂ. ഏതായാലും ഈ സംഭവത്തിൻ്റെ അനുരണനങ്ങൾ ഇനി ഉണ്ടാകും. ഫാത്തിമ തഖ്ലിയ എന്ന് പറഞ്ഞ പെൺകുട്ടി നിലവിളക്ക് കത്തിച്ചതിന് ഉറഞ്ഞു തുള്ളുന്ന സമസ്ത നേതാക്കൾ, അത് നമ്മൾ കണ്ടതാണ്. മേലിൽ ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് ഭീഷണി വരെ ഉണ്ടായതാണ്. ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഇർഫാന ഇക്ബാൽ ചിതയ്ക്ക് കൊള്ളി വയ്ക്കുന്നത് ആചാരപ്രകാരം ചിത ഒരുക്കിയത് അവരത്രേ. ആചാരപ്രകാരം, ഹിന്ദു ആചാരപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് ഈ ഇർഫാന ഇക്ബാലാണത്രേ. എവിടെ ഫത്വ? എവിടെ ന്യായീകരണം? എവിടെ ഫത്വ? സേവാഭാരതിയെ നോക്കുകുത്തിയാക്കിയിട്ട് ഇർഫാന എന്തുണ്ടായി?
ഗോൾ കീപ്പർ ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ച പോലെ രഘുണ്ണം പറഞ്ഞു ആയിക്കോളൂ, മോള് തന്നെ കൊള്ളി വെക്കണേ കൊള്ളി വെച്ചോളൂ, ഇത്രയൊന്നും വ്യാജനം ചെയ്തതല്ല. അവരെന്ത് ചെയ്തു? അതിൻ്റെ ഫോട്ടോ എടുത്തു, അതെല്ലായിടത്തും പ്രസരിപ്പിച്ചു, പബ്ലിസിറ്റിയും കൊടുത്തു. പക്ഷേ ഈ ഇസ്ലാമിസ്റ്റുകൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്. ഇതിവിടെ ഹിന്ദുക്കൾ അറിയേണ്ടത് അവരൊരിക്കൽ പോലും ഇങ്ങനെയുള്ള കള്ളത്തരം കാണിക്കുന്നവരല്ല, തുറന്ന മനസ്സുള്ളവരാണ്. മതേതരം യഥാർത്ഥത്തിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അവരെ നിങ്ങൾ മാറ്റിയെടുക്കുകയാണ് കേട്ടോ, അവരെ നിങ്ങൾ മാറ്റിയെടുക്കുകയാണ്. ഒരു മൃതദേഹത്തെ വെച്ചിങ്ങനെ മുതലെടുപ്പ് നടത്തിയത് മോശമായി പോയി. ഇർഫാന പെണ്ണെ, നിങ്ങൾ ചിലപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്തായിരിക്കാം ഒരു പക്ഷേ, അല്ലെന്ന് പറയുന്നില്ല, സത്യം നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. പക്ഷേ എന്തിനും ഏതിനും ഒരു പബ്ലിസിറ്റിക്കുമല്ലാതെ നിസ്വാർത്ഥ സേവനം നടത്തുന്ന സേവാഭാരതിയെ ഇതിൻ്റെ പേരിൽ അപമാനിച്ചത് ഏതായാലും ശരിയായില്ല. നമസ്കാരം.